എല്ലാരും പറയും നന്നാവണം, എന്തേലും പുതിയതായിട്ട് ആളാകണം, ചേഞ്ച് ചെയ്യണം, പുതിയൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കണം അങ്ങനെയൊക്കെ പറയും. പക്ഷെ അതങ്ങനൊന്നല്ല. ഓൾറെഡി ആ പേഴ്സൺ ആണല്ലോ. മനസ്സിലായില്ല അല്ലേ? ഞാന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു എടുത്തിരുന്നത്. അവിടെ ക്രിയേറ്റിവിറ്റി ഒന്നും നമുക്ക് സെറ്റ് ആവില്ല, നമുക്കുള്ളതല്ല, അങ്ങനെയൊക്കെ ഒരു തോട്ടായിരുന്നു. പിന്നെ അതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അതൊക്കെ അതിനുള്ള ആൾക്കാർ വേറെ ടൈപ്പ് ആവും. അങ്ങനെയൊക്കെ ഒരു ഇതിലായിരുന്നു. ഞാൻ അതിന്റെ അടുത്ത് പോലും എത്തൂല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ റീസൺ ഞാൻ എന്റെ ലൈഫിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചപ്പോ മനസ്സിലായി. എനിക്കിഷ്ടം ഈ കളർ, ലൈറ്റ്, സിനിമ, വിഷ്വൽസ്, അങ്ങനത്തെ സംഭവങ്ങൾ, അതിനോടാണ് താല്പര്യം. അങ്ങനെ നമ്മള് ചെയ്തു നോക്കുമല്ലോ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് പിന്നെ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കുമല്ലോ. അങ്ങനെ നോക്കിയപ്പോ ഇതൊക്കെ ക്രിയേറ്റീവ് സംഭവങ്ങളാണ്. അപ്പൊ എന്റെ ഫീൽഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ല, ഒരു ക്രിയേറ്റീവ് ഫീൽഡാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അപ്പോ ഞാനവിടെ ക്രിയേറ്റീവ് ആവുകയല്ല ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി ക്രിയേറ്റീവ് ആണ്. അത് ഞാൻ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അപ്പൊ എന്റെ ആദ്യത്തെ ചിന്താഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് മാത്രല്ല, അത് ഞാൻ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണേന്ന് എന്നെ അകറ്റി നിർത്തും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോ ഇതൊരു ലിമിറ്റിംഗ് ബിലീഫാണ്. നമ്മളന്ന് അതൊന്നും അല്ല എന്ന് പറഞ്ഞിങ്ങനെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുക. ആഹ് അതായത് നമ്മൾ മാറണം, ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കും. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ചെയ്തു നോക്കിയാലേ മനസ്സിലാവൂ. ഞാൻ ചെയ്തു നോക്കി, മനസ്സിലായി. അപ്പോ ഇത് നിങ്ങളോടന്നെ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം നമ്മള് എന്തെങ്കിലും അല്ല നമ്മള് പറയുമല്ലോ. നമ്മള് അതൊന്നും സെറ്റ് ആവില്ല അങ്ങനെയൊക്കെ പറയുമല്ലോ. അങ്ങനെയൊക്കെ പറയുന്നതിന്റെ മുന്നേ അതൊക്കെ ചെയ്ത് നോക്കിയിട്ടാണോ പറയണതെന്നും കൂടി ആലോചിക്കാം.